ഉമർ എന്ന മഹാനായ മനുഷ്യൻ മരണക്കിടക്കയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്രാളം ബേജാറ്. ഈ അലി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പുത്രനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ ഒപ്രാളത്തോടുകൂടി ഇങ്ങനെ കിടക്കുന്ന ഉമറിനെ കണ്ടിട്ട് ചോദിച്ചു, ഉമറേ, നീ വലിയ ധൈര്യശാലിയൊക്കെ ആയിട്ട് മരണം വന്നപ്പം പേടിക്കുകയാണോ എന്ന് ചോദിച്ചു. മരണം വന്നപ്പം പേടിക്കുകയാണോ? ഉമർ പറഞ്ഞു, അലി, എനിക്ക് മരണത്തെ അല്ല ഭയം, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയാണ് ഭയം. ഞാൻ എൻ്റെ പടച്ചവന്റെ മുമ്പിലാണ് പോകാൻ പോകുന്നത്. അവൻ എന്നെ പരിശോധിക്കുമ്പോൾ, കണക്ക് ചോദിക്കുമ്പോൾ എന്താകുമെന്ന ഭയപ്പാടാണ്. അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് നിങ്ങളെ കുറിച്ചിട്ട് നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ്. ഉമർ ആവശ്യത്തോടെ വയ്യാത്ത അവസ്ഥയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അലി, ഈ പറഞ്ഞ വാക്ക് നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ പറയുമോ? മഹ്ശറയിൽ നിങ്ങളിത് പറയുമോ? മഹ്ശറയിൽ നിങ്ങളിത് പറയും? അലി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, മഹ്ശറയിൽ ഞാൻ പറയുമെന്നല്ല, ഇതാ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന അഷ്റഫുൽ ഖൽഖിന്റെ തൊടയിലിരുന്ന് വളർന്ന പ്രിയപ്പെട്ട പൗത്രനായ പേരക്കിടാവായ ഹസനും ഞാനും ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും. നിങ്ങൾക്ക് വേണ്ടി സാക്ഷി, നിങ്ങൾ മഹാത്മാവാണെന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഉമറിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട സംഭവം നിങ്ങളൊന്ന് വായിച്ചു പഠിക്കൂ. ഇടയ്ക്കിടയ്ക്ക് അത് വെറുതെ വായിക്കാൻ ശ്രമിക്കൂ, കേൾക്കാൻ ശ്രമിക്കൂ. ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഉമറിനെ പോലത്തെ 10,000-കണക്കിന് മനുഷ്യ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി പരലോക വിശ്വാസം പകർന്നുകൊടുത്ത്, പടച്ചവനുള്ള വിശ്വാസം പകർന്നുകൊടുത്ത് നല്ല മനുഷ്യന്മാരാക്കി മാറ്റി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் ആ നിലയിൽ കിടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പുത്രനെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുല്ലാ, അബ്ദുല്ലാ, ആളുകളൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. അഥവാ ഞാൻ മരണപ്പെട്ടാൽ നീ എന്റെ കടങ്ങളൊക്കെ എത്രയുണ്ടെന്ന് പരിശോധിക്കണം, എന്റെ കടങ്ങളൊക്കെ എത്രയുണ്ടെന്ന് പരിശോധിക്കണം. മഹാനായ ഇബ്നു ഉമർ പെട്ടെന്ന് കടങ്ങൾ അന്വേഷിച്ചപ്പോൾ 86,000 ദിർഹം കടമുണ്ട് എന്ന് പറഞ്ഞു. 86,000 ദിർഹം. ആരാ പ്രിയപ്പെട്ടവരെ, ആരാ? ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ വ്യക്തമായ നിലയിൽ ചില വലിയ വലിയ സത്യങ്ങളെക്കുള്ള സൂചനയാണ്. നമ്മുടെ നാട്ടിൽ ഭരണാധികാരികളുണ്ട്, നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, നമ്മുടെ നാട്ടിൽ അവരുടെ ക്രൂരമായ നടപടികൾക്ക് വല്ലാതെ വിധേയരാക്കപ്പെടുന്ന സാധുക്കളായ ജനങ്ങൾ ഇങ്ങനെ വീർപ്പുമുട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഉമറിന്റെ മഹാത്മ്യം, ഉമറിന്റെ പ്രസക്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവர்கள் വഫാത്താകും 86,000 ദിർഹം കടമുണ്ട്. മകനോട് വസിയത്ത് ചെയ്തിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കടം വീട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കണം. അഥവാ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ എന്റെ ഗോത്രമായ ബനു അദീനെ സമീപിക്കണം, ഉപ്പാന്റെ കടം തീർക്കാൻ എന്തെങ്കിലും തരാൻ പറയണം. അതെ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ഖുറൈശികളോട് ചോദിക്കണം. ഖുറൈശികളുടെ അപ്പുറത്തേക്ക് വാപ്പാന്റെ കടവും കൊണ്ട് നീ പോകരുത്. മകനെ, എന്റെ ശിരസ്സെടുത്ത് താഴെ വെക്കുക. ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ ബലഹീനതയും അശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ കണ്ണുനീരും എന്റെ ശരീരത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തത്തുള്ളികളും ഒക്കെയായി മണ്ണിൽ പുരണ്ട മേനിയുമായി പടച്ചവന്റെ കാരുണ്യത്തോടുകൂടി ഞാൻ അവങ്കലേക്ക് യാത്രയാകട്ടെ എന്ന് പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. അദ്ദേഹം അറബി സാഹിത്യത്തിന്റെ ഈരടികൾ പാടിക്കൊണ്ട്, ഉമറേ, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ മഹത്വപ്പെടുത്തി, വെറുതെ വാക്കല്ല, നന്നായി പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ലാഭവുമില്ല, നഷ്ടവുമില്ല. നിങ്ങൾ ഈ പറഞ്ഞത് കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ലാഭവുമില്ല, നഷ്ടവുമില്ല. എന്റെ റബ്ബിന്റെ സന്നിധാനത്തിൽ എന്നെ അവൻ സ്വീകരിക്കുകയും കബൂലാക്കുകയും ചെയ്താലല്ലേ എനിക്ക് രക്ഷയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോൾ മഹാനായ ഉമർ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഫതാ, ഒന്നിങ്ങി വാ മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ താന്നു നിൽക്കുകയാണ്, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ താന്നു നിൽക്കുകയാണ്, ഒന്ന് പൊക്കി ഉടുക്ക്, കാരണം അത് നിന്റെ വസ്ത്രത്തെ ശുദ്ധിയാക്കും, നിന്റെ മനസ്സിനെയും ശുദ്ധിയാക്കും എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വിട്ടുപിരിയുമ്പോഴായിരുന്നു മഹാനായ ഉമറിന്റെ ആത്മാവ് ആകാശത്തേക്ക് യാത്രയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, പടച്ചവനെ പറ്റിയുള്ള വിശ്വാസം, അവന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്തും ഇഷ്കും, അതിന്റെ പേരിൽ തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനുള്ള ആവേശം, ഇത് നമ്മളുടെ ഉള്ളകത്ത് പൂർണ്ണമായ നിലയിൽ ഉണ്ടാക്കിയെടുക്കുകയും അത് നിലനിർത്തുകയും അവസാനം മരണത്തിന്റെ അവസാന ശ്വാസം വരെയും ഞാൻ ഒരു മുസ്ലിം ആകണം, ഞാൻ ഒരു നല്ല അടിമയാകണം. ഓർമ്മ വരുമ്പോഴൊക്കെ മകനോട് ചോദിക്കും, നിസ്കാരം എന്തായി? നിസ്കരിക്കണ്ടേ? നിസ്കാരം എന്തായി? സ്വാഭാവികമായി നമ്മളൊക്കെ പറയാറുള്ളത് പോലെ, അപ്പ ഇപ്പം നിസ്കാരത്തെ കുറിച്ചിട്ടൊന്നും ചോദിക്കണ്ട. എന്തിനാ ഇങ്ങനെ നിസ്കാരത്തെ? ഇപ്പം സുഖമില്ലല്ലോ. ഹദീസിൽ കാണാം, മഹാനായ ഉമറിന് ഞങ്ങൾ അല്പം മുന്തിരി നീര് കുടിപ്പിച്ചു, അദ്ദേഹത്തിന്റെ വയറ്റിലൂടെ അത് പുറത്തേക്ക് വന്നു. വീണ്ടും ഞങ്ങൾ ഒരല്പം പാല് കുടിപ്പിച്ചു, അദ്ദേഹത്തിന്റെ മുറിവിലൂടെ അത് പുറത്തേക്ക് വന്നു. ഈ സാഹചര്യത്തിലും അദ്ദേഹം ചോദിച്ചു, നിസ്കാരം എന്തായി? നിസ്കാരം എന്തായി? ഞാൻ സുബഹി നമസ്കാരത്തിലല്ലേ വീണ്ടും വീണ്ടും കുടുംബക്കാരെ പറഞ്ഞു, നിസ്കാരം എന്ന് പറയാണ്, നിസ്കാരം കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഫറളായ നമസ്കാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു അടിമ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ആ അള്ളാഹു അവരിൽ കോപിഷ്ഠനാകുമെന്ന് ഉമർ കേട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസാന ശ്വാസം വരെയും എനിക്ക് നിസ്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സദസ്സിനോട്, എന്നെ കേൾക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് 2 സന്ദേശമാണ് അദ്ദേഹം തന്നത്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല, ആരുടെയും ഒന്നും ഞാൻ അനർഹമായ നിലയിൽ പിടിച്ചു വച്ചിട്ടില്ല.
അതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫറളായ നിർബന്ധമായ കടമകളും കടപ്പാടുകളും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കാര്യം നമ്മളൊക്കെ പൂർണ്ണമായി അനുകരിക്കേണ്ടത്. രണ്ടാമത്